ഹലോ ഗൈസ്, ഞാൻ ഇന്നുള്ളത് വന്നിട്ട് ഊട്ടിയിലാണ്. ഊട്ടിയിൽ ആർക്കും അറിയാത്തൊരു ഹിഡൻ പ്ലേസിലാണ്. അതായത് ഷോളൂർ വ്യൂ പോയിൻറ്റ്. ഷോളൂർ വ്യൂ പോയിൻറ്റ് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല, കേട്ട ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഷോളൂർ വ്യൂ പോയിൻറ്റിൻ്റെ ഓരോരോ വ്യൂ പോയിൻറ്റുകൾ പോയി കണ്ട് ആസ്വദിക്കാം. നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്കുള്ള ഒരു ട്രാവലിംഗ് ബ്ലോഗ് കൂടിയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ഗൈസ്. എൻ്റെ മോനെ ഷോളൂർ വ്യൂ പോയിൻറ്റിലേക്ക് മെയിനായിട്ട് പോകാനുള്ള കാരണം അവിടെ നമുക്ക് എല്ലാ ഒരു വ്യൂ പോയിൻറ്റിൽ വെച്ച് ഒരു പ്രത്യേകതരം ഒരു വ്യൂ തന്നെയാണ് അവിടെ കിട്ടുന്നത്. ഇതൊരു പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ടൈമും കൂടി നിങ്ങൾ കർവ് ബെൻഡൊക്കെ വരും, അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വരിക. എന്ത് മനോഹരമല്ല കാണാൻ, അഡോറബിളായിട്ടുണ്ട്. ഷോളൂരിലേക്ക് ഇനിയൊരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 2 കിലോമീറ്റർ ഒന്ന് എത്തി വെച്ച് എന്ന് വെച്ചാൽ നമുക്ക് അതൊരു ഹിഡൻ സ്പോട്ട് തന്നെയാണ്. അവിടെ വന്നിട്ട് ഷോളൂർ വ്യൂ പോയിൻറ്റിൽ വന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ട്രക്ക് ചെയ്യാണ്ട്. ട്രക്കിങ് പറഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാണ്ട്. 1/2 കിലോമീറ്റർ പോരാ, 1 കിലോമീറ്റർ വെച്ചോളൂ. 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യാണ്ട്. അതുകൊണ്ട് അടുത്ത സെക്ഷൻ വരുന്നത് ടീ ഫാക്ടറിയാണ്. ടീ ഫാക്ടറി അല്ല, അതായത് തേയിലത്തോട്ടമാണ്. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ പൈൻ ഫോറസ്റ്റ് കണ്ടു. ഇവിടെ വരുന്നതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് പൈൻ ഫോറസ്റ്റ് കടന്നു വരാം. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് തേയിലത്തോട്ടത്തിലാണ്. നല്ല കിടിലം വൈബ് വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ മച്ചാന്മാർ എല്ലാവരും കൂടിയൊക്കെ വരികയാണെന്നാണെങ്കിൽ ഇത് ജസ്റ്റ് വേറെ ലെവലൊരു ടൈം പാസ്സായിരിക്കും, എൻ്റർടൈനിങ് ആയിരിക്കും. ബൈക്കിൽ വരുന്നവർക്ക് കുറച്ചുകൂടി സൂപ്പറായിരിക്കും. ഒട്ടുമില്ല ഇവിടെ പണിയെടുക്കുന്ന ചേട്ടന്മാരാണ്. ഇത് ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അത് ഇതിൻ്റെ അകത്താണ് തോന്നുന്നത്. ഓർഗാനിക് ഞാൻ ഊട്ടിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ വരുന്ന ഹിഡൻ സ്പോട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഊട്ടിയിൽ മാത്രമല്ല, നമുക്ക് സ്റ്റാർട്ടിങ് ഇത് മാത്രമാണ്. ഇത് കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഓരോരോ സ്ഥലങ്ങളായി എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് അറിയിച്ചു തരാം. തേയിലത്തോട്ടമില്ല, എന്ത് ചെയ്തിട്ടാണ് ഓരോരോ വീടുകൾ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് വ്ളോഗ് ചെയ്ത് നിങ്ങളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ട്, മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ബസ് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. ബസ് വരും എന്താ വ്യൂസ് നോക്കിയ റോഡിൻ്റെ സൈഡൊക്കെ ഉള്ള ഓരോരോ പൈൻ മരങ്ങൾ, ട്രീസ്. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് നിങ്ങൾ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വെറുത്തായിരിക്കും. ഊട്ടിയിലേക്ക് വന്ന് ഒരു 10-20 വട്ടം വന്ന ആൾക്കാരുണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ നിന്നൊക്കെ എപ്പോഴും പോകുന്ന സ്ഥലത്തേക്ക് പോകാതെ നിങ്ങൾ കുറച്ച് ഡിഫറെൻ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഷോളൂർ വ്യൂ പോയിൻറ്റ് വേറെ ലെവലായിരിക്കും. 1 ഡേ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച വരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഓരോ അറിയുന്ന ആൾക്കാർ കുറേ ഉണ്ട്. TN43 ഊട്ടിയിലുള്ള ആൾക്കാർ തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ശരി, എന്തായാലും പൈസ എത്താറായി. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കൈ വിട്ടിട്ട് ഇങ്ങനെ ഓട്ടുന്നത് അത്രയ്ക്ക് റിസ്ക്കാണ്. അപ്പോൾ ബാക്കിയുള്ള ഗിയേഴ്സൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ സൂക്ഷിച്ച് പോകണ്ടേ. ഓക്കെ, എന്നാലും അടുത്ത വീഡിയോയും കൂടി ചെയ്യാനുണ്ടാവുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലേ. തേയിലത്തോട്ടം ഇതൊക്കെ നമ്മൾ പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വഴി. കുറച്ചുകൂടി അങ്ങോട്ട് ട്രാവൽ ചെയ്യാണ്ട്. ഭൂമി ഒരു സ്വർഗം തന്നെയാണ്. ഇങ്ങനത്തെ ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോഴാണ് അറിയുന്നത് എന്ത് പീസ്ഫുൾ അറിയോ. നോക്കിയോ,
ഇങ്ങനത്തെ ഭൂമിയിൽ സ്വർഗം എന്ന് പറയപ്പെടുന്ന കുറേ പർദീസകൾ ഉണ്ട്. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളും നിങ്ങൾ എൻജോയ് ചെയ്ത് ഹിഡൻ ആയിട്ടുള്ള പ്ലേസാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഹിഡൻ ആയിട്ടുള്ള പ്ലേസുകളിൽ നിങ്ങളെ മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വ്ളോഗിലൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത്രയും നേരം ഞാൻ പോർട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ഷമിക്കണം, വന്നിട്ട് ഫോൺ നമുക്ക് ഇംപ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സാധനം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ സാധനം ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല. ഇവിടെയല്ല, അത് നാട്ടിലാണ്. അപ്പോൾ എന്നിട്ട് അത് വെച്ചിട്ട് ഇനി അടുത്ത വ്ളോഗ്സ് ചെയ്യാം. നോക്കി ഇതിൻ്റെ വ്യൂസ് ഒന്ന് നോക്കി, എൻ്റെ മോനെ എന്താ അല്ലേ. ഗൈസ് ഇതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ശരിക്കും തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു റോഡ് നോക്കിയ ഒരു ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പീസായിട്ടുണ്ട്, പീസ്ഫുൾ മൈൻഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഷോളൂർ വ്യൂ പോയിന്റ്. ഞാൻ പോർട്രേറ്റിൽ എടുത്ത് ക്ഷമിക്കണം. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ലാൻഡ്സ്കേപ്പിൽ തന്നെ ചെയ്തു തരാം. എല്ലാവരും ജസ്റ്റ് എൻജോയ് ചെയ്തോളൂ. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയ ഗൈസ്. അതായത് വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വന്നിട്ട് പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞതും തേയിലത്തോട്ടം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വ്യൂ പോയിന്റുകളൊക്കെ നോക്കിയേ, വ്യൂസൊക്കെ നോക്കിയേ. അടുത്തത് നല്ല ആൾക്കാരാണ് തോന്നുന്നത് ഇവിടെ വന്നിട്ട്, എല്ലാവരും തലയാട്ടി ജോളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മൾ പോകുന്നത് ഷോളൂർ വ്യൂ പോയിന്റിലേക്കാണ്. ആ വ്യൂ ഒന്ന് കാണിച്ചു തരണം. അതായത് ഹിഡൻ സ്പോട്ടാണ്, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, ഇതാട്ടോ ആൾക്കാരൊക്കെ പണി കഴിഞ്ഞ് പോവാണോ ഇല്ല പണിക്ക് പോകണോ എന്ന് അറിയില്ല. ഇതിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്രാമം ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വില്ലേജ് അവിടെ കാണണ്ടാവുമെന്ന് നിങ്ങൾക്ക് കണ്ടോന്ന് എനിക്കറിയില്ല. ജസ്റ്റ് അവിടെ ഒരു കണ്ടില്ലേ വീടുകളൊക്കെ, ചെറിയ ചെറിയ വീടുകളൊക്കെ. നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. മറക്കാൻ പറ്റാത്തൊരു പ്ലേസ് തന്നെയാണ് ഷോളൂർ വ്യൂ പോയിന്റ്. നിങ്ങൾ വരുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടേക്ക് വരും. ഒരു വട്ടം വന്നു എന്നാണെങ്കിൽ. ഞാനത് സെക്കൻഡ് ടൈമാണ് വരുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു സന്തോഷം ഇനിയും പ്രകടിപ്പിക്കാൻ സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല സ്ഥലമാണ് ഇത്. കണ്ടില്ലേ, ഇവിടെ തോട്ടവും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയാണെന്ന് തോന്നുന്നു. ആ അതെ അതെ, ചെറിയല്ല, സ്ട്രോബെറിൻ്റെ തോട്ടമാണ്. ഇവിടെയാണ് അവർ ഇത് വരുന്നത് കേട്ടോ. കബാഡി ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾറൗണ്ട് പാക്കേജാണ് കേട്ടോ. ഈ ഒരു വ്യൂവിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ ഓൾറൗണ്ട് വ്യൂ ആണ്. പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞു, തേയിലത്തോട്ടം കഴിഞ്ഞു, പിന്നെ നല്ല നല്ല വ്യൂസ് കഴിഞ്ഞു. ഇപ്പോൾ തേയില ഉണ്ടാക്കുന്ന സ്ഥലം, മറ്റേ സ്ട്രോബെറി ഉണ്ടാക്കുന്ന ഫാം കഴിഞ്ഞു. ഇവിടെ എല്ലാം നമുക്ക് നിർത്തിയിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ. ഇതാണ്ട ഒരു ഗ്രാമം തന്നെ ഉണ്ട് അവിടെ, ചെറിയ വലിയ ഗ്രാമമാണ്. പക്ഷേ എൻ്റെ കുറേ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ആ രീതിക്ക് എടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇത് സ്റ്റാർട്ടിങ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ദിവസം തോറും നമുക്ക് അതിനനുസരിച്ച് ഓരോരോ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ ഗൈസ്, ബാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സൈഡായി കൊടുക്കാം എനിക്ക് എല്ലാത്തിൻ്റെ ഒരു ഫാമാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ് എല്ലാത്തിൻ്റെ ഒരു ഫാമാണ് കേട്ടോ. നല്ല സ്ഥലം കണ്ടില്ലേ, ബീട്രൂട്ടാണ്. നിങ്ങൾ ഊട്ടിയിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഷോളൂർ. നോക്കിയേ, എന്താ വ്യൂ നോക്കിയേ. ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു ഗ്രാമം. ഇനി കുറച്ച് ഫ്രണ്ടിലും അങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് എന്തായാലും പോയി കണ്ടുപോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഷോളൂർ എത്തിയിരിക്കണം. ഷോളൂർ ടൗൺ പഞ്ചായത്ത് എത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് വന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടേക്കാണ്, റൈറ്റിലേക്കാണ് ഇറങ്ങി പോകേണ്ടത് കേട്ടോ. ഇവിടേക്ക് ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട്
ഷോളൂർ വ്യൂ പോയിന്റിലേക്ക് വന്നിട്ട് ബസ്സുണ്ട്. അതായത് ഇവിടുത്തെ ആൾ പറഞ്ഞത് ലാസ്റ്റ് എൻഡ് ബസ് എവിടെയാണോ പോയി നിൽക്കുന്നത് അവിടെയാണ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് ബസ് പോകുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, അങ്ങോട്ട് ബസ് എന്തായാലും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണല്ലോ. വീണ മരങ്ങളായി. ഇവിടെ എന്തോ വരാൻ വേണ്ടി, ഫാക്ടറി എന്തോ വരാൻ വേണ്ടി അതിൻ്റെ പണി എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്നത്. എല്ലാവരും മരമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത്രയും നല്ല സ്ഥലങ്ങളിലൊക്കെ ഈ മരങ്ങളൊക്കെ മുറിച്ചിട്ട് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ നശിപ്പിച്ച് കത്തിക്കണ്ട ചെറുപ്പക്കാരാണ്. നല്ല ലൈഫ് കുറേ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇനിയൊരു 2 minutes മതി എന്ന് തോന്നുന്നു. ഒരു കിലോമീറ്റർ വേണ്ട കേട്ടോ, അത്രയേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് നമ്മൾ ചെറിയൊരു ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് ടൈം കഴിഞ്ഞു എന്ന് വെച്ചാൽ ഫുള്ള് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് എൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഊട്ടിയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവലിങ് വല്ല ലോഡ്ജ് കോട്ടേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യുക. കോൾ ചെയ്താൽ മതി, ഇല്ലാന്നാണെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇത് തന്നെയാണ് ഇതല്ല അതാണ്ട് ബസ് പോകണമെന്നുണ്ട്. ആ ഓക്കെ, ഇത് തന്നെയാണ് ബസ് കയറി ലാസ്റ്റ് ടൈമിലാണ് ബസ് കൊണ്ടുവരുന്നത്. അവിടെയാണ് ഷോളൂർ വ്യൂ പോയിന്റ്. കണ്ടില്ല ഇവിടുത്തെ സ്ഥലങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് പീസ്ഫുള്ളായിരിക്കും. അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് പോകാനായിട്ട് നല്ല വ്യൂസ് നല്ല എൻജോയ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് അതാണ് ലാസ്റ്റ് വ്യൂ കേട്ടോ. ഇവിടെയാണ് ബസ് കയറുന്നത്. കറക്റ്റ് ടൈമിന് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. ബസ്സിലാണ് വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഷോളൂർ വ്യൂ പോയിന്റ് എപ്പിടി പോകണമാ? ഷോളൂർ വ്യൂ പോയിന്റ് ഇത് വഴിയില്ല, വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് പോകണമാ? ശരിങ്ങമ്മ. ഓക്കെ, വണ്ടി അപ്പം എന്തായാലും ഇവിടെ നിർത്തിയിട്ട് പോവാട്ടോ. ഗൈസ്, ഓഫ് റോഡ് കഴിഞ്ഞു. ഫൈനലി നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്താറായി. അതായത് ഷോളൂർ വ്യൂ പോയിന്റിലേക്ക്. നോക്കിക്കുക, അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് മലയാണ്. നമ്മൾ വേറൊരു മലേൻ്റെ നടുവ് കൂടെയാണ് മേലെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജസ്റ്റ് എൻ്റെ മോനെ, ഞാൻ ശരിക്കുള്ള വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്താൽ താഴെ പോകും. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ വന്നിട്ട് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തു. ഇതാണ് ഷോളൂർ വ്യൂ പോയിന്റ് കേട്ടോ. വ്യൂ പോയിന്റിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് നടക്കാണ്ട് കാണുന്ന എല്ലാ വ്യൂ തന്നെയാണ്, വ്യൂ പോയിന്റ് പോലെ തന്നെയാണ്. നോക്കി എൻജോയ് ചെയ്തോളൂ. അത്ര ആൾക്കാർക്കൊന്നും അറിയാത്തൊരു പ്ലേസാണ്, ഹിഡൻ പ്ലേസ് ആയതുകൊണ്ടേ ഇവിടെ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ കൂടുതൽ വരാറുള്ളൂ. നമുക്ക് ഈ ടോപ്പ് സൈഡിൽ നിന്ന് വ്യൂ കണ്ട് നോക്കാം. അയ്യോ നോക്കിയേ, ഇതാണ് ശരിക്കും വ്യൂ ചെയ്യേണ്ട പോയിന്റ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കാൻ എല്ലാം ഓൾ റൗണ്ടായിട്ട് നമുക്ക് എല്ലാം വാച്ച് ചെയ്യാൻ പറ്റും. ഇത് അവിടെ കണ്ടില്ലേ, കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം അല്ലേ. ചെറിയൊരു വാക്കിംഗ് ഉണ്ട് കണ്ടല്ലേ. ഇതൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ടൈമിംഗ് ആണ് കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ വെതർ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി, ബാക്കി ഒന്നും നോക്കാനില്ല. നിങ്ങൾ ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. ഇതുണ്ടോ, എന്നിട്ട് ഓഫ് റോഡിൽ ഏതൊക്കെയോ മച്ചന്മാർ കാറ് ജീപ്പ് കൊണ്ട് വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ആ ഒരു വ്യൂ നോക്കിയേ. അത് KL വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ തന്നെ ഇവിടേക്ക് ഓഫ് റോഡിൽ വന്നിട്ട് അവരിവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെന്നാണ് തോന്നണം. നോക്കിയേ ആ ഒരു വ്യൂ നോക്കിയേ. വണ്ടി ഓഫ് റോഡ്, അവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, കുറേ മച്ചന്മാർ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ സ്ഥലം. പിള്ളേരുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. അയ്യോ, അങ്ങനത്തെ ഒരു സ്ഥലം വേറെ. ശരിട്ടാ, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. റെഡി. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്.
ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ഇവിടുത്തെ വ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഇവിടെ കണ്ടില്ലേ 2 മച്ചാന്മാരൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ടോപ്പ് വ്യൂവിൽ കാണിച്ചു തരാം. ഇവിടെ സെക്കൻഡ് ടൈമാണ് ഞാൻ വരുന്നത്. അയ്യോ അത് നോക്കിയേ, ഇതെന്താല്ലേ. ജസ്റ്റ് വാച്ച്. അയ്യോ എന്താണ് മോനെ വ്യൂ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും വ്യൂ പോയിൻ്റ് കാണണമെന്നാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവുക. അത്രയ്ക്ക് നല്ല സ്പോട്ടാണ് ഗൈസ്. കണ്ടില്ലേ, ഷോളൂർ വ്യൂ പോയിൻ്റ്. വി ആർ റീച്ച്ഡ് ഷോളൂർ വ്യൂ പോയിൻ്റ്. സൗണ്ടിൽ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ തണുപ്പ് കാരണമാണ്. ക്ലൈമറ്റൊക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് കുറച്ച് റിസ്ക്കാണ് ഗൈസ്. എന്തായാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നണം. ട്രൈ ചെയ്യാം. ഓക്കെ, എനിക്ക് ഹൈറ്റ് ഒന്നാമത് ചെറിയൊരു ഭയമാണ്. ബട്ട് കാര്യമില്ല, ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് എൻ്റർടൈൻ ചെയ്യാം. അയ്യോ ചെറുതായിട്ടൊരു ക്ലൗഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ക്ലൗഡിൻ്റെ നിഴലാണ് ഇതിൻ്റെ ഇവിടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലാണ് ഗൈസ് എനിക്ക് അടുത്ത വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജസ്റ്റ് ബൈ ഗൈസ്. ട്രാവൽ ചെയ്ത് വന്ന് അതിൽ കൂടെയൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. കാരണം നമ്മൾ അതിൽ കൂടെ തന്നെയാണ് ഉണ്ടല്ലോ, നമ്മൾ വരുന്ന റോഡൊക്കെ ഇതാണ്. ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കയറി മേലെ നമ്മൾ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോളൂർ വ്യൂ പോയിൻറ്റ്സ്. കുറച്ചുകൂടി ഞാൻ വീഡിയോസ് കാര്യങ്ങൾ ആഡ് ചെയ്ത് ഇടാം, ജസ്റ്റ് ഇവിടുത്തെ വ്യൂസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളിത് ഇവിടെ എൻജോയ് ചെയ്യുക ഗൈസ് വന്നിട്ട്. ഓക്കെ, താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. The person you are trying to call is currently busy. Busy in a world that needs no buffering.